الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم الذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي കാരുണ്യദായകനും പരമദയാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രഭാതവും 10 രാവുകളും ഇരട്ടയും ഒറ്റയും മറയാൻ പോകുമ്പോഴുള്ള രാത്രിയുമാണ് സാക്ഷി. വിവേകമുള്ളവർക്ക് ഇവകളിൽ സത്യം ചെയ്യേണ്ടതുണ്ടോ? താങ്കളുടെ റബ്ബ് ആദ് സമുദായത്തോട് എങ്ങനെയാണ് വർത്തിച്ചത് എന്ന് താങ്കൾക്കറിയില്ലേ? അതായത് നാടുകളിൽ സമാനതകളില്ലാത്ത നിർമ്മിക്കപ്പെട്ട സ്തൂപത്തിൻ്റെ അധിപന്മാരായ എറമുവർഗത്തോട് അന്നാടുകളിൽ അവർക്ക് തുല്യരായി മറ്റാരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. താഴ്വാരങ്ങളിൽ പാറകൾ തുറന്ന് വീടുകൾ പണിതിരുന്ന സമൂദിനോടും ആണിക്കാരൻ ഫിറഔനോടും ചെയ്തത് എങ്ങനെയാണെന്നും അവർ നാടുകളിൽ അതിക്രമം കാണിക്കുന്നവരായിരുന്നല്ലോ. അങ്ങനെ അവരവിടെ കുഴപ്പങ്ങൾ വർദ്ധിപ്പിച്ചു. തൽഫലമായി താങ്കളുടെ റബ്ബ് അവർക്കുമേൽ കഠിന ശിക്ഷ ചൊരിഞ്ഞു. നിശ്ചയം താങ്കളുടെ റബ്ബ് എല്ലാം നിരീക്ഷിക്കുന്നവനാകുന്നു. എന്നാൽ മനുഷ്യനാകട്ടെ റബ്ബ് അവനെ പരീക്ഷിക്കുകയും അങ്ങനെ ആദരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. ഇനി റബ്ബ് അവനെ പരീക്ഷിക്കുകയും അങ്ങനെ അവൻ്റെ മേൽ ആഹാരം പരിമിതപ്പെടുത്തുകയും ചെയ്താൽ അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു. അതൊന്നുമല്ല, നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. അവശരുടെ ഭക്ഷണ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പാരമ്പര്യ സ്വത്ത് മുഴുവനും സ്വന്തമാക്കി നിങ്ങൾ തിന്നുന്നു. ധനത്തോട് നിങ്ങൾ അമിതമായി താല്പര്യം കാണിക്കുന്നു. അത് വേണ്ട. ഭൂമി പൊടിയാക്കപ്പെടുകയും റബ്ബിൻ്റെ ആജ്ഞയും അണിയണിയായി മലക്കോളും വരികയും അന്ന് നരകത്തെ കൊണ്ട് വരികയും ചെയ്താൽ അന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഉത്ബുദ്ധത കൊണ്ട് അവന് എങ്ങനെയാണ് പ്രയോജനം ഉണ്ടാവുക? അവൻ പറഞ്ഞു പോകും, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ലതും മുൻകൂട്ടി സമർപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ മറ്റാരും ശിക്ഷിക്കുകയില്ല. അവൻ പിടിച്ചു കെട്ടുന്നത് പോലെ ഒരാളും പിടിച്ചു കെട്ടുകയുമില്ല. അനന്തര സ്വത്തുക്കൾ നിഷിദ്ധാനുവദനീയങ്ങളും അവകാശപ്പെട്ടതും അനർഹമായതും വേർതിരിക്കാതെ മുഴുവൻ സ്വന്തമാക്കി വെച്ച് ഉപയോഗിക്കുന്നു. സജ്ജനങ്ങളോട് പറയപ്പെടും, ഹേ പ്രശാന്താത്മാവേ, നീ നിൻ്റെ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് സംതൃപ്തനും സംപ്രീതനുമായി മടങ്ങിച്ചെല്ലുക. എന്നിട്ട് എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ചേരുക, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക.